കസിരംഗ നാഷണൽ പാർക്കിലെ നമ്മുടെ 5ാമത്തെ സഫാരിയാണെന്ന്. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയൊരു റേഞ്ചിലേക്കാണ്, ബുറാ പഹാർ. അപ്പോൾ മൃഗസമ്പന്നമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. നമ്മളിപ്പോൾ പോകുന്നത് ബുറാ പഹാർ എന്ന് പറയുന്ന റേഞ്ചിലേക്കാണ്. മെയിൻ സോണായിട്ടുള്ള കൊഹോറയിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു റേഞ്ച് വരുന്നത്. ഗുവാഹട്ടി സൈഡിൽ നിന്ന് വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന റേഞ്ചും ബുറാ പഹാറാണ്. ആസമീസ് ലാംഗ്വേജിൽ പഴയ അല്ലെങ്കിൽ വലിയ മല എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നൊരു വാക്കാണ് ബുറാ പഹാർ. കസിരംഗയിലെ മറ്റുള്ള റേഞ്ചിൽ നിന്നും ഈ ഒരു സ്ഥലം വ്യത്യസ്തമാണ്. ഇതൊരു ഹില്ലി റേഞ്ചാണ്. പെട്ടെന്ന് ഹൈവേയുടെ സൈഡിൽ നിന്ന് ഹൂലോക് ഗിബോണിൻ്റെ കോള് കേട്ടാണ് നമ്മൾ നിർത്തി നോക്കിയത്. പക്ഷേ ആളിനെ കാണാൻ പറ്റിയില്ല. കാടിനുള്ളിൽ എവിടെയോ ഇരുന്ന് വിളിക്കുകയാണ് ആശാൻ. തൊട്ടടുത്ത മരത്തിൽ ഒരു മലയെണ്ണാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മലയെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മലബാർ ജയൻറ്റ് സ്ക്വിരൽ അല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ഉള്ളത് ബ്ലാക്ക് ജയൻറ്റ് സ്ക്വിരലാണ്. ഇവരെ മലയൻ ജയൻറ്റ് സ്ക്വിരൽ എന്നും വിളിക്കാറുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ക്വിരൽ സ്പീഷീസിലൊന്നാണ് മലയൻ ജയൻറ്റ് സ്ക്വിരൽ. അഡൽട്ടായിട്ടുള്ള ഒരു അണ്ണാന് ഏകദേശം 4 അടിയോളം നീളം വരാറുണ്ട്. 1.5 മുതൽ 3 കിലോ വരെയാണ് ഇവരുടെ വെയിറ്റ് വരുന്നത്. മരം കയറുന്ന മറ്റുള്ള അണ്ണാനുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഹെവി ആയിട്ടുള്ളൊരു സ്പീഷീസാണ്. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഇവരെ കൂടുതലായിട്ടും കാണപ്പെടാറ്. ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇവരെ കാണുന്നത് നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ്, ആസാമിലും അരുണാചൽ പ്രദേശിലും ഒക്കെ. കൂടുതൽ സമയം ഇവർ മരത്തിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ചിലവഴിക്കാറ്. മീറ്റിംഗ് സീസൺ അല്ലാണ്ടിരിക്കുമ്പോൾ ഇവർ സോൾട്ടറി ആനിമൽസ് ആണ്. പകൽ സമയത്താണ് ഇവർ കൂടുതൽ ആക്റ്റീവായിട്ട് കാണപ്പെടാറ്. ഇവർ ഹെർബിവോറസ് ആയിട്ടുള്ള സ്പീഷീസാണ്. പക്ഷേ ഒക്കേഷണലി ഇവർ സപ്ലിമെൻറ്റ്സ് ആയിട്ട് പക്ഷികളുടെ മുട്ടയും കഴിക്കാറുണ്ട്. വളരെയധികം അക്രോബാറ്റിക് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് ജയൻറ്റ് സ്ക്വിരൽസ്. വലിയൊരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ഇവർ ഈസി ആയിട്ട് ചാടി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർക്ക് വലിയ മരങ്ങളുടെ മുകളിൽ വട്ടത്തിലുള്ളൊരു കൂട് കൂട്ടുന്ന ശീലമുണ്ട്. ഈ കൂടുകളെ ഡ്രൈസ് എന്നാണ് വിളിക്കുന്നത്. ചെറിയ ചുള്ളിക്കമ്പുകളെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. എന്നിട്ട് അതിനകത്തൊരു ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇലകൾ യൂസ് ചെയ്യാറുണ്ട്. ഇന്ത്യൻ അഥവാ മലബാർ ജയൻറ്റ് സ്ക്വിരലിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലയൻ ജയൻറ്റ് സ്ക്വിരൽസിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് ക്രീമാണ്. ബ്ലാക്കിന് പകരം ചിലതിന് ഡീപ്പ് ബ്രൗൺ കളറും വരാറുണ്ട്. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് ഇവർ മരം വിട്ട് താഴേക്ക് ഇറങ്ങുന്നത്. IUCN റെഡ് ലിസ്റ്റിൽ ഇപ്പോൾ ഇവർ നിയർ ത്രെറ്റൻഡ് സ്പീഷീസാണ്. റീസെൻ്റായിട്ട് നടന്ന ഒരു സ്റ്റഡിയിൽ പറയുന്നത് നമ്മൾ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 2050 ഇവരുടെ പോപ്പുലേഷൻ 90% ഡിക്ലൈൻ ആവും എന്നാണ്. ഈ കാണുന്ന പക്ഷിയെ നമ്മൾ കേരളത്തിലും ഒരുപാട് കാണുന്നതാണ്. ഗ്രേറ്റ് ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ. ഈ ഒരു ബേർഡ് സ്പീഷീസ് കസിരംഗയിലും ധാരാളം കാണപ്പെടുന്ന ഒന്നാണ്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എപ്പോഴും ഇണകളുടെ കൂടെ നടക്കുക എന്നുള്ളത്. ഇവിടെയും നമ്മളിപ്പോൾ കാണുന്നത് ഒരു കപ്പിളിനെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബുറാ പഹാർ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. പേപ്പർ വർക്കെല്ലാം ചെയ്യുന്നത് ഈ കാണുന്ന ഓഫീസിൽ നിന്നാണ്. ഒരു സെഷനിൽ വെറും 10 വണ്ടികളാണ് ഈ ഒരു റേഞ്ചിനകത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ബെറ്റർ. ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയൊരു ഇലയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിപ്പോൾ കേസായിരുന്നു. ഇവിടെ റോഡ് സൈഡിൽ പോലും വളരുന്ന ഒരു സാധാരണ ചെടിയാണ്. നമ്മുടെ കൂടെ ഇത്തവണ ഒരു ഗൺമാനും ഉണ്ട് കേട്ടോ. പുള്ളിക്ക് മലയാളം അറിയാം എന്നുള്ള കാര്യം സർപ്രൈസിങ് ആയിരുന്നു. പുള്ളി ഒരു 10-15 മാസം കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 സഫാരിയിലും നമ്മൾ കണ്ട വെസ്റ്റേൺ അല്ലെങ്കിൽ സെൻട്രൽ സോണൊന്നും വളരെയധികം ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബുറാ പഹാർ സോൺ. അതിൻ്റെ മെയിൻ റീസൺ ഇതൊരു ഹില്ലി റീജിയനാണ്. അങ്ങനെ ഈ സോണിലെ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് മലയൻ ജയൻറ്റ് സ്ക്വിരൽ. നാഷണൽ ഹൈവേ 37 ഘോരക്കാട്ടി എന്ന് പറയുന്ന വില്ലേജിലാണ് ബുറാ പഹാറിലേക്ക് കയറുന്ന എൻട്രി ഗേറ്റ് വരുന്നത്. ഹൂലോക് ഗിബോൺസിനെയും ക്യാപ്ഡ് ലംഗൂസിനെയൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണത്. സെൻട്രൽ വെസ്റ്റേൺ സോൺസിനെ പോലെ അത്ര ഫേമസ് അല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സാധാരണ ആ സോണുകളിൽ അനുഭവപ്പെടുന്ന ഒരു തിരക്ക് അനുഭവപ്പെടാറില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് റേഞ്ചാണിത്. ഈ ബുറാ പഹാർ റേഞ്ചിൽ വന്നിട്ടേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെയുള്ള വിഷ്വൽസാണ്.
വെള്ളത്തിലും പുറത്തും ഇതുപോലെ പൂക്കളും അല്ലെങ്കിൽ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അതിൽ അനിമൽസ് ഇങ്ങനെ നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. മെയിൻ സോൺസിലൊന്നും കാണാത്ത പോലെ ബുരാപഹാറിൽ ഈ ഒരു സീൻ നമുക്ക് ഒരുപാട് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു കാണ്ടാമൃഗവും ബാരാസിംഗയും ഇവിടെ നിന്നിട്ട് വെള്ളത്തിൽ നിൽക്കുന്ന ആ പൂക്കൾ കഴിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിട്ടിയ ഒരു വിഷ്വൽ അല്ല കേട്ടോ, ടെലിഫോട്ടോ ലെൻസ് ഉള്ളത് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്നതാണ് ഇത്ര അടുത്തുനിന്ന്. സൗത്ത് ഇന്ത്യൻ കാടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ടെറൈനാണ് ബുരാപഹാറിൽ കാണുന്നത്. കൊഹോറ റേഞ്ചിൽ നമ്മൾ ഏത് ദിശയിലേക്ക് പോവുകയാണെങ്കിലും അവിടെയൊക്കെ വേറൊരു ജീപ്പിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ബുരാപഹാറിൽ വളരെ അപൂർവമായിട്ടാണ് വേറൊരു വണ്ടിയെ തന്നെ കാണുന്നത്. സെൻട്രൽ സോണിലും വെസ്റ്റേൺ സോണിലും കൂടുതലായിട്ട് ഓപ്പൺ ഗ്രാസ് ലാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് റൈനോസിൻ്റെയും വൈൽഡ് ബഫലോസിൻ്റെയും ഇത്രയും സൈറ്റിംഗ് നമുക്ക് അവിടെ കിട്ടുന്നത്. പക്ഷേ ഈ സോണിൽ കൂടുതലായിട്ട് കാണുന്നത് വലിയ ഹൈറ്റുള്ള മരങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹുലോഗിപ്പോൺസ്, ക്യാപ് ലംഗൂർ തുടങ്ങിയ അനിമൽസിൻ്റെ പ്രസൻസ് കൂടുതലുള്ളത്. ആ വെള്ളത്തിനകത്തായിട്ട് സ്മൂത്ത് കോട്ടഡ് ഓട്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, നീർനായയുടെ. ഇങ്ങനെയുള്ള ഓട്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ കരയിലാണെങ്കിൽ റോംപ് എന്നും വെള്ളത്തിലാണെങ്കിൽ റാഫ്റ്റ് എന്നുമാണ് വിളിക്കാറ്. ഇവർ മീനിനെ ഹണ്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് വി പോലൊരു ഫോർമേഷൻ ഉണ്ടാക്കി മീനുകളെ ഒരു സൈഡിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അതിനുശേഷം ഹണ്ട് ചെയ്യാറാണ് പതിവ്. ഒഴുക്കുള്ള വെള്ളത്തിലാണെങ്കിൽ അകന്നു പോകാതിരിക്കാനായിട്ട് ഇവർ പരസ്പരം കൈകോർത്ത് പിടിക്കാറുണ്ട്. കസിരംഗ നാഷണൽ പാർക്കിൽ മറ്റൊരു ഓട്ടർ സ്പീഷീസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള 13 ഓട്ടർ സ്പീഷീസിലെ ഏറ്റവും കുഞ്ഞന്മാരായിട്ടുള്ള ജീവികളാണിത്. ആ മരത്തിൻ്റെ പേരിലായിട്ടൊരു അനക്കം കാണുന്നുണ്ടോ? അതാണ് ഏഷ്യൻ വാട്ടർ മോണിറ്റർ ലിസർഡ്. ഐക്കോണിക് ആയിട്ടുള്ള കൊമോഡോ ഡ്രാഗൺ കഴിഞ്ഞാൽ ലിസർഡ് സ്പീഷീസിലെ ഏറ്റവും വലിയ ജീവിയാണിത്. 3 മീറ്റർ, അതായത് 10 അടി വരെ നീളമുള്ള വാട്ടർ മോണിറ്റർ ലിസാർഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്ന ഇവർ എക്സലൻ്റ് ആയിട്ടുള്ള സ്വിമ്മേഴ്സാണ്. വെള്ളത്തിൽ കിടക്കുകയായിരുന്ന മോണിറ്റർ ലിസാർഡ് ഈ ഓട്ടേഴ്സിൻ്റെ അനക്കം കിട്ടിയിട്ടാണ് പതിയെ അവിടെ നിന്ന് മൂവ് ചെയ്ത് പുറത്തേക്ക് പോയത്. ഓട്ടേഴ്സ് ആണെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന മീനിനെ കരയുടെ താഴെയായിട്ട് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതനുസരിച്ച് ഇവർ മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് കൊണ്ട് എല്ലാവരും എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഓട്ടേഴ്സ് പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ മോണിറ്റർ ലിസാർഡ് തിരിച്ചു വരുന്നുണ്ട്. ഇവർക്ക് 30 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചിരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ ഇവർ മരം കയറാനും മിടുക്കരാണ്. ഓവർ പവർ ചെയ്യാൻ പറ്റുന്ന ഏത് ജീവിയെയും കഴിക്കാൻ ഇവർ റെഡിയാണ് എപ്പോഴും. മീനുകൾ, തവള, ഞണ്ട്, പാമ്പ്, ബേർഡ്സ്, മറ്റുള്ള റോഡൻസ്, മുട്ട, എന്ത് കിട്ടിയാലും ഇവർ കഴിക്കാൻ ഓക്കെയാണ്. ഇങ്ങനെ ഹൈലി അഡാപ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ IUCN ലിസ്റ്റിൽ ഇവർ ലീസ്റ്റ് കൺസേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. കാട്ടിൽ ഇവർ 10 മുതൽ 15 വയസ്സ് വരെ ജീവിച്ചിരിക്കാറുണ്ട്. 25 കിലോ വരെ വെയിറ്റ് വരുന്ന ഹെവി ആയിട്ടുള്ള ഒരു സ്പീഷീസാണിത്. ഇവരെ വളരെ ബുദ്ധിയുള്ള ഒരു സ്പീഷീസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പാമ്പുകളെ പോലെ നാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ ചുറ്റുമുള്ള സ്മെല്ല് സെൻസ് ചെയ്യുന്നത്. സർപ്രൈസിംഗ്ലി ഇവർ മനുഷ്യരുമായിട്ട് കംഫർട്ടബിളാണ്. കസിരംഗയിലെ എല്ലാ റേഞ്ചസിലും ഇതുപോലത്തെ ഷെഡ്സ് ഉണ്ടാവും. അതിൻ്റെ മെയിൻ പർപ്പസ് ഇൻസ്പെക്ഷൻ തന്നെയാണ്. ഇത് കാണുമ്പോൾ ഒരു റിവറായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ഇത് ബ്രഹ്മപുത്ര റിവറിലേക്ക് പോകുന്ന ഒരു കൈവഴി മാത്രമാണ്. ബുരാപഹാർ റേഞ്ചിലെ സഫാരിക്കിടയിൽ നമുക്കുള്ള ഹോൾട്ട് ഇവിടെയാണ്. ഈ കാണുന്ന വലിയ ആനക്കൂട്ടമുണ്ടല്ലോ, ആ പുറകിലായിട്ട് കാണുന്ന എലിഫൻറ്റ് ഗ്രാസിനകത്ത് നിന്ന് ഇറങ്ങി വന്നതാണ്. വെറുതെ അല്ല ഇതിനെ ആനപ്പുല്ലെന്ന് വിളിക്കുന്നത്.
അതിനകത്ത് ഒരു ആന നിന്നാൽ പോലും അറിയാൻ പറ്റാത്ത അത്ര ഹൈറ്റിലാണ് ആ പുല്ല് വളർന്നു നിൽക്കുന്നത്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് രാവിലത്തെ സഫാരിയിലായതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ വലുതായിട്ട് വെയിലൊന്നും അടിച്ച് തുടങ്ങിയിട്ടില്ല. ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായതുകൊണ്ട് പൊതുവേ വെയിലുള്ള സമയത്ത് ഇവരിങ്ങനെ ഓപ്പണിൽ വന്ന് നിൽക്കാറില്ല. ആനകളെക്കുറിച്ചും അവരുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ ഇതിന് മുന്നേ വന്ന പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരെപ്പറ്റി അധികമൊന്നും ഇപ്പം നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നേരത്തെയുള്ള എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഒരു പ്രചോദനമായിക്കോട്ടെ. നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണമല്ലോ. നല്ല ദൂരെയായിട്ട് വെള്ളത്തിൽ എന്തോ ഒരു സംഭവം അനങ്ങുന്നുണ്ട്. ആദ്യം ഞങ്ങളെല്ലാം മുതലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കസിരംഗയിൽ അങ്ങനെ മുതലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ആക്ച്വലി ഒരു വൈൽഡ് വാട്ടർ ബഫലോ ആണ്. ആശാൻ ഇങ്ങനെ നീന്തി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആനകളുടെ ഒരു കൂട്ടം നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഡൗട്ട് അടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി കരയിലേക്ക് കയറാനാണോ അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവരുടെ കൊമ്പ് തന്നെയാണ് ഹൈലൈറ്റ് കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും ഇവരുടെ ആ കൊമ്പിൻ്റെ വലിപ്പം നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. ഏകദേശം 6.5 ഫീറ്റോളം നീളം വരുന്ന കൊമ്പാണ്. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെങ്ത് നോക്കുമ്പോൾ. അതായത് ഇവരുടെ കൊമ്പിൻ്റെ അറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ നീളത്തിനേക്കാളും കൂടുതൽ വരാറുണ്ട്. ആൾ പതിയെ കരയിലേക്ക് കയറുകയാണ്. കുറച്ചപ്പുറത്തായിട്ടാണ് ആനകൾ നിൽക്കുന്നത്. അവരിങ്ങോട്ട് വലുതായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. എണ്ണത്തിൽ കൂടുതൽ ആനകളായതുകൊണ്ട് നമ്മുടെ ബഫല്ലോ കുറച്ച് കോഷ്യസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആളാ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഇനി മുമ്പോട്ട് പോകുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങളുടെ പ്രസൻസ് ആക്ച്വലി ഈ ബഫല്ലോ നന്നായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ട് ഒരു ത്രെട്ടായിട്ട് അതിന് ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു ത്രെട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബേസിക്കലി ഈ വൈൽഡ് വാട്ടർ ബഫലോസ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഷീസാണ്. കാരണം ഇവർ പ്രത്യേകിച്ച് ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ മനുഷ്യരെ അറ്റാക്ക് ചെയ്യാൻ മടിയില്ലാത്ത ജീവികളാണ്. ഇങ്ങനെ ഒരു വിഷ്വൽ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ആ ഒരു കാട്ടാനക്കൂട്ടം മൊത്തമായിട്ട് കാടിൻ്റെ അങ്ങേവശത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആന എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണെന്ന് ഇവരിപ്പോൾ ഈ പോകുന്ന ഫോർമേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും തലമൂത്ത ആനയാണ് വഴി ലീഡ് ചെയ്യുന്നത്. കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ആനകളുടെ ഇടയിലായിട്ട് കുഞ്ഞുങ്ങളെ പ്ലേസ് ചെയ്തിട്ട് ഒരു ഫോർമേഷനിലാണ് അവർ പോകുന്നത്. അതായത് കുഞ്ഞുങ്ങളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഫേമസ് ആണ്. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പല പല സൗണ്ടുകളിലൂടെ ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതും ഒരുപാട് ഡിസ്റ്റൻസ് അകലെയുള്ള ആനകളുമായിട്ട് വരെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ തന്നെ നോക്കിയേ, 2 വലിയ ആനകളുടെ ഇടയിലായിരിക്കും ഒരു കുഞ്ഞാനയുള്ളത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവത്തില്ല. അതിപ്പോൾ കടുവ വന്നാലും ശരി, അതിനെ അടിച്ചോടിക്കാറാണ് പതിവ്. ആനകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും ഇല്ലാണ്ട് പറയാം തുമ്പിക്കയാണെന്ന്. കാരണം ഇവരത് എന്തൊക്കെ പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാറുണ്ട്, മണം പിടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ നീന്തുന്ന സമയത്ത് ശ്വാസം എടുക്കാനായിട്ട് തുമ്പിക്കൈ മാത്രം മുകളിലേക്ക് വെച്ചാൽ മതി. ചില ഓഫ് റോഡ് ജീപ്പുകളിലൊക്കെ ഉള്ള സ്നോർക്കിൾ പോലെ താഴെ വീണ് കിടക്കുന്ന ഒരു കുഞ്ഞു സാധനം പോലും ആ തുമ്പിക്കൈ വെച്ച് പ്രിസൈസായിട്ട് എടുക്കാൻ പറ്റും അവർക്ക്. പറക്കാനുള്ള കഴിവുണ്ടെങ്കിലും ആനപ്പുറത്ത് ഫ്രീ സഫാരി അടിച്ച് പോകുന്ന ഒരു കാറ്റിൽ എഗ്രത്തിനെ കണ്ടോ. ആൾ ആനപ്പുറത്ത് അത്ര കംഫർട്ടബിളായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. പക്ഷേ ഫ്രീ സഫാരി മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് ന്യൂസിൽ തുമ്പിക്കൈ അറ്റുപോയ ഒരു ആനയെ പറ്റിയുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞാന. നാട്ടിലായതുകൊണ്ട് അത് ചിലപ്പോൾ സർവൈവ് ചെയ്യും. പക്ഷേ കാട്ടിലാണെങ്കിൽ തുമ്പിക്കൈ ഇല്ലാണ്ട് ഒരു ആനയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഏതോ ഒരു കാട്ടിൽ ഒരു കുരിശ് വെച്ചിട്ട് അതിൽ ആന അതെടുക്കാതിരിക്കാൻ വേണ്ടി അറക്കവാള് വെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ചെന്ന് ചുറ്റിപ്പിടിച്ച് ആനയുടെ തുമ്പിക്ക് അറ്റുപോയൊരു സംഭവം നടന്നിട്ടുണ്ട്. മനുഷ്യർ ചെയ്യുന്ന ക്രൂരതയ്ക്ക് അല്ലെങ്കിലും കൈയും കണക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ നീന്തി എല്ലാവരും അക്കരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരെത്തിയ ആ ഒരു പാർട്ടുണ്ടല്ലോ, അവിടെ ഇടിഞ്ഞു വീഴുന്ന ടൈപ്പ് മണലായതുകൊണ്ട് മുകളിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. ഏതായാലും ഇവർ ആദ്യം കുഞ്ഞുങ്ങളെ സേഫായിട്ട് മുകളിൽ കയറ്റും, എന്നിട്ടേ ബാക്കിയുള്ളവർ കയറത്തുള്ളൂ. പറഞ്ഞതുപോലെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞൻ മേളിലെത്തിയിട്ടുണ്ട്. അവൻ ആ സൈഡ് വഴി നടന്നു വരികയാണ്. വലിയ ആനകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം അത് ഇടിഞ്ഞു വീഴുന്ന ടൈപ്പ് മണ്ണായതുകൊണ്ടേ.
ആ ഭാഗത്തുനിന്ന് കയറാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കുറച്ച് റൈറ്റിലേക്ക് തിരിഞ്ഞ് വരികയാണ്. ഇവിടെ കയറാനായിട്ടൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ആദ്യത്തെ ബാച്ച് എത്തിയിട്ടുണ്ട്, കരയിലേക്ക് കയറുകയാണ്. അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകളാണ് കേട്ടോ. വെള്ളത്തിന് അത്യാവശ്യം നല്ല ഒഴുക്കുള്ളതുകൊണ്ട് കുഞ്ഞനാനയെ കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ബാക്കിയുള്ള ആൾക്കാർ. അവർ ഈ കുഞ്ഞിനെ പുഷ് ചെയ്ത് കറക്റ്റ് സ്ഥലത്തേക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അത്യാവശ്യം നല്ല കൊമ്പുള്ളൊരു കൊമ്പനുണ്ട് കേട്ടോ. പക്ഷെ ആൾ മെച്യൂർ ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്, ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ബാച്ച് മറ്റേ സൈഡിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാട്രിയാർക്ക് പോയിട്ട് പതിയെ വിളിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്, അതല്ല റൂട്ടെന്ന് പറഞ്ഞിട്ട്. മാട്രിയാർക്കിൻ്റെ തീരുമാനമാണ് അവിടുത്തെ അവസാനത്തെ വാക്ക്. കുഞ്ഞനാന ഇപ്പോഴും ആ മണൽത്തിട്ടയുടെ അവിടെ നിന്ന് കയറി വന്നിട്ടില്ല. ആളതുവഴി പതിയെ വരുന്നതേ ഉള്ളൂ. ഒറ്റയ്ക്കൊന്നുമല്ല, കൂടെ 2 കൂട്ടുകാരും നടന്ന് വരുന്നുണ്ട്. 2 കാറ്റലഗ്രറ്റാണ്. അതിൻ്റെ കാവലായിട്ട് ഒരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ അമ്മയായിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അങ്ങനെ ആവണം എന്നൊന്നുമില്ല. കാരണം ആ കൂട്ടത്തിലെ എല്ലാ പെണ്ണാനകളും കുഞ്ഞിനെ ഒരുപോലെ കെയർ ചെയ്യും. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് കുഞ്ഞിന് ഈ വെള്ളം ക്രോസ് ചെയ്ത് ബാക്കിയുള്ള കൂട്ടത്തിനൂടെ ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വലിയ ആന അക്കരയ്ക്ക് പോയത്. ഇനി ആ റൂട്ട് വഴി കുഞ്ഞും വലിയ ആനയും കൂടെ പതിയെ മൂവ് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ബാക്കിയുള്ള കൂട്ടത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. ഒരാനയും കൂടെ ഈ 2 പേരുടെ കൂടെ ചേർന്ന് പോകുന്നുണ്ട്. അത് മിക്കവാറും മാട്രിയാർക്കായിരിക്കും. ആനകളെ നോക്കി ഇന്ന് സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. നമുക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടല്ലോ. ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന വൈൽഡ് വാട്ടർ ബഫലോയുടെയും മറ്റുള്ള ഡിയർ വർഗത്തിൻ്റെയൊക്കെ തലയോട്ടികളാണ് ഈ ഇരിക്കുന്നത്. ആ തലയുടെയും കൊമ്പിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? ആളെടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാവുന്നത്. വൈൽഡ് ബഫലോയോട് ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ സ്വന്തം കാർത്തി ബ്രോ. ഹില്ലി ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ബുറാപഹാറിലുള്ള കാഴ്ചകളൊക്കെ വളരെ ഡിഫറെൻ്റാണ്. നേരത്തെ കണ്ടത് ഒരു റിവർ സൈഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു വലിയ ഗ്രാസ് ലാൻഡിലാണ്. ആ ഗ്രാസ് ലാൻഡിൻ്റെ സൈഡിൽ തന്നെ റൈനോയും എലിഫൻസും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ റൈനോസിറസും സൈഡിലായിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ഹോഗ് ഡിയറും. ഹോഗ് ഡിയറിൻ്റെ മലയാളം പേര് പന്നിമാൻ എന്നാണെന്നുള്ളത് നേരത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ പുറകിലായിട്ട് ഒരു കൂട്ടം ആനയും നിൽക്കുന്നുണ്ട്. എന്തൊരു വലിപ്പമുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടോ?
അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലായതുകൊണ്ട് തന്നെ അനിമൽസിനെ സൈറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. പക്ഷേ അത്യാവശ്യം ഫോക്കൽ ലെങ്ത്തുള്ളൊരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടക്കത്തുള്ളൂ. ഫോട്ടോഗ്രാഫി താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മിനിമം ഒരു ബൈനോക്കുലർ എങ്കിലും കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. ഇതാ കാടിനകത്ത് മേഞ്ഞ് നടക്കുന്ന നാടൻ പശുക്കളുടെ ഒരു വലിയ കൂട്ടം. ലൈൻ കമ്പിയും നാടൻ പശുക്കളെയൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിന് വളരെ അടുത്താണെന്നുള്ള കാര്യം മനസ്സിലായി. ബേസിക്കലി ഹൈവേ പോകുന്നത് ഈ കാടിന് അടുത്തുകൂടെ തന്നെയാണ്. ആസമീസ് സ്റ്റൈൽ ബാംബു ബ്രിഡ്ജ്. ഇത് വെറുതെ ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല. സൈഡിലുണ്ടായിരുന്ന കോൺക്രീറ്റ് ബ്രിഡ്ജ് ഇവിടുത്തെ ഫ്ലഡിൽ ഒലിച്ചു പോയ സമയത്ത് അവർ ചെയ്തതാണ്. ആ വരവിന് തന്നെ എന്തൊരു ഗാംഭീര്യമാണല്ലേ. കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ലുക്കാണ്. ഒരു ജുറാസിക് കാലഘട്ടത്തിലേക്ക് എത്തിപ്പെട്ട ഒരു ഫീലിംഗ്. ഈ റൈനോ വെള്ളം കുടിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. സ്റ്റാച്ചു പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫേസിൽ ചെറിയൊരു അനക്കം പോലും ഇല്ലാണ്ട് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആൾ കുറച്ച് ഹൈജീനിക്കാണ്. വെള്ളം ആദ്യം കുടിച്ചതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. കലങ്ങിയ വെള്ളം കുടിക്കാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇന്ത്യൻ റൈനോസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ റൈനോയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഏതായാലും ഈ ആശാൻ വെള്ളത്തിൽ കിടന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം റെസ്റ്റിലായിരിക്കും. ഈ നിൽക്കുന്നതാണ് സ്വാംപ് ഡിയർ അഥവാ ബാരാസിംഗ. ബാരാസിംഗ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 12 ബ്രാഞ്ചസ് ഉള്ള കൊമ്പുള്ളവൻ എന്നാണ്. ഇവിടെ നിന്നൊരു അലാം കോൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പ്രിഡേറ്റേഴ്സിൻ്റെ പ്രസൻസിൻ്റെ ലക്ഷണമാണല്ലോ അലാം കോൾ. ഈ ബാരാസിംഗ കാടിനുള്ളിലേക്ക് കുറച്ച് സമയമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നിരുന്ന ഹോഗ് ഡിയറും ബാരാസിംഗയൊക്കെ കാടിനുള്ളിലേക്ക് പതിയെ കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈഗർ സൈറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഹൂലോ ഗിബോൺസിനെ കാണാൻ പറ്റുന്ന ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ മരങ്ങളുടെ മുകളിൽ നോക്കി നോക്കി വരുന്നത്. പൊതുവെ അവർ ആ വലിയ മരങ്ങളുടെ മേളിലായിട്ടാണ് ഇരിക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് സമയമായിട്ട് കിടന്ന് ബോറടിച്ചിട്ട് ആൾ കോട്ടുവായി ഇട്ടതാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങ് ദൂരെയായിട്ട് എന്തോ 2 ജീവികൾ കിടക്കുന്നതായിട്ടും ചുറ്റും എന്തോ ചെറിയ ജീവികൾ ഓടുന്നതൊക്കെ കണ്ടിട്ടാണ് വണ്ടി നിർത്തി നോക്കിയത്. 2 വലിയ പന്നികളും അതിൻ്റെ കുട്ടികളുമായിട്ടാണ് നിൽക്കുന്നത്. അതിൽ 2 വികൃതി കുട്ടികളുണ്ട്. അവർ തമ്മിൽ ഫുൾ ടൈം അടിയാണ്. പാരൻസ് ആയിട്ടുള്ള പന്നികൾ എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇന്ത്യൻ ബോർ അല്ലെങ്കിൽ കാട്ടുപന്നി. വലിയ പന്നികളെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കളർ തന്നെ വളരെ ഡിഫറെൻ്റാണ്. ലൈറ്റ് ബ്രൗൺ കളറിൽ സ്ട്രൈപ്സോട് കൂടിയാണ് ഇവർ കാണപ്പെടാറ്. ആദ്യത്തെ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇത് മാഞ്ഞു തുടങ്ങും. ഒറ്റ പ്രസവത്തിൽ 4 മുതൽ 6 കുഞ്ഞുങ്ങൾ വരെയാണ് ഉണ്ടാവാറ്. 7 മാസമൊക്കെ പ്രായമാവുന്ന സമയത്ത് ഇവർ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആവും. അതുവരെ ഇവർ സൗണ്ട്സ് എന്ന് വിളിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഗ്രൂപ്പായിട്ട് അമ്മയുടെ കൂടെ തന്നെയാണ് നടക്കാറ്. കുഞ്ഞായിരിക്കുമ്പോൾ ഇവരുടെ ദേഹത്തുള്ള ആ തണ്ണിമത്തനിലുള്ളതുപോലുള്ള സ്ട്രൈപ്സ് ഉണ്ടല്ലോ, അത് വെറുതെ ഉണ്ടാവുന്നതല്ല. പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു ക്യാമോഫ്ലാജ് ആയിട്ടാണ് ഇത് യൂസ് ആവുന്നത്. കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കാട് വെച്ച് നോക്കുമ്പോൾ കസിരംഗയിലെ എക്കോസിസ്റ്റവും വൈൽഡ് അനിമൽസിൻ്റെ ഡെൻസിറ്റിയും വളരെ വലുതാണ്. കാടിൻ്റെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വൈൽഡ് അനിമൽസിൻ്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കും. മിക്കവാറും ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം സ്പീഷീസ് ഉണ്ടാവാറുമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ മുമ്പിൽ വന്ന് ചാടിയതാണ് ഈ ഒരു കൊമ്പനാണ്. കുറച്ച് സമയം നമ്മളിങ്ങനെ നോക്കി നിന്നു. എന്നിട്ടിപ്പോൾ ആൾ കാടിനുള്ളിലേക്ക് കയറുകയാണ്.
ബുറാപഹാർ റേഞ്ചിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെറൈൻ ദാ ഈ കാണുന്നതാണ്. മൊത്തം പച്ച ഗ്രാസിൻ്റെ മുകളിലായിട്ട് ചെറിയ വെള്ള കളറിലുള്ള പൂക്കൾ പോലെ കാണുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിമാണ് തരുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു ഫ്രെയിമിൽ അനിമൽസ് നിൽക്കുമ്പോൾ എങ്ങനെയിരിക്കും? മരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടിരിക്കുന്ന ആ ഒരാളാണ് ഗ്രേ ഹെഡഡ് ഫിഷ് ഈഗിൾ. മലയാളത്തിൽ ഇവരെ വലിയ മീൻ പരുന്ത് എന്നാണ് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാന ഭക്ഷണം മീൻ തന്നെയാണ്. മീനിനെ ജീവനോടെ പിടിച്ച് കഴിക്കുന്ന ശീലമാണുള്ളത്. ഒരു കൂട്ടം വൈൽഡ് ബഫലോസ് ആണ് ഈ നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ ഒരാൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കളർ ശ്രദ്ധിച്ചാൽ മതി, കുറച്ചൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ജുവനൈൽസിലാണ് പൊതുവെ ഇങ്ങനെ കാണപ്പെടാറ്. അപൂർവമായിട്ട് ചില അഡൽട്സിൽ ജനറ്റിക് കണ്ടീഷൻസ് കാരണവും വരാറുണ്ട്. ഈ കാണുന്നതാണ് ബ്ലൂ ടെയിൽ ബീറ്റ്. മലയാളത്തിലെ വലിയ വേലി തത്താന്നാണ് വിളിക്കാറ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പക്ഷികളിരിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കസിരംഗ ഫോറസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോൺ ഇതാണ്. ഈ ബേർഡ്സ് വളരെ അക്രോബാറ്റിക് ആണ്. അതായത് എയറിൽ നിന്ന് പല തരത്തിലുള്ള സർക്കസ് കാണിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ബേർഡ്സാണ് ഇവർ. വളരെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സിലൂടെ പ്രാണികളെയൊക്കെ പിടിച്ച് ഒരു കൊമ്പിൽ വന്നിരുന്ന് കഴിക്കാറാണ് പതിവ്. വാലിലും പുറത്തൊക്കെ ആയിട്ട് കാണുന്ന ആ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇവരുടെ ഈ പേര് വരാനുള്ള റീസൺ. വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഇരകളെ പിടിക്കാൻ കണക്കാക്കിയിട്ടാണ് ഇവരുടെ ചുണ്ടെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മുടെ കണ്ണിൽ ഫീമെയിൽസും മെയിൽസും ഒരേ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. പക്ഷേ അൾട്രാ വയലറ്റ് ലൈറ്റിൽ നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് അറിയാൻ പറ്റും. വണ്ടുകൾ, തേനീച്ച, തുമ്പി ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആഹാരം. പിടിച്ചുകൊണ്ടുവരുന്ന ഇരയെ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള സർഫസിൽ അടിച്ച് കൊന്നതിന് ശേഷമാണ് കഴിക്കുന്നത്. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ആ ഇരയുടെ ഹാർഡായിട്ടുള്ള സ്കെൽറ്റൻ പൊട്ടി സോഫ്റ്റ് ആവുകയും ചെയ്യും. വിഷമുള്ള എന്തെങ്കിലും കൊമ്പുണ്ടെങ്കിൽ അതും പോയി കിട്ടും. വലിയൊരു ഗ്രൂപ്പായിട്ടാണ് ഇവർ കൂട്ടാറ്. നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് സേഫ്റ്റി കൂടുമെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രാസ് ലാൻഡ്സിലും വെള്ളത്തിലുമായിട്ട് കുറച്ച് ബാരാസിംഗുകൾ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്രെയിംസിൻ്റെ ആ ഭംഗി നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും.
ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാണ്ടാമൃഗത്തിനെ കണ്ടോ? ഞാനിവിടെ വന്നിട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കൊമ്പുള്ള കാണ്ടാമൃഗം ഇതാണ്. പ്രോപ്പറായിട്ടുള്ള സംരക്ഷണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു കാണ്ടാമൃഗത്തിനെ പോച്ചേഴ്സ് എപ്പോൾ തട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതാണ് ഇവിടുത്തെ കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഇവർക്ക് ആരെയും പേടിക്കേണ്ടി കാട്ടിലൂടെ നടക്കാനുള്ളൊരു ഫ്രീഡം. രാവിലെ 7:30 തുടങ്ങിയ സഫാരിയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 12 മണി ആവാറായിട്ടുണ്ട്. ഇവിടുത്തെ മോർണിംഗ് സഫാരി ഏകദേശം 4 മുതൽ 4.5 മണിക്കൂർ വരെ നമുക്ക് കിട്ടാറുണ്ട്. ഏതായാലും നല്ല രീതിയിൽ നമുക്ക് വൈൽഡ് ലൈഫ് സൈറ്റിംഗ് ഒരുപാട് കിട്ടി. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ടെറൈൻസ് കാണാനായിട്ട് പറ്റി. നോർത്ത് ഇന്ത്യയിൽ സഫാരി എടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്നാണ് ഈ പൊടി. തിരിച്ചു പോകുമ്പോൾ ക്യാമറയുടെ അവസ്ഥ കണ്ടാൽ സത്യം പറഞ്ഞാൽ കരച്ചിൽ വരും. ടവലൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടാണ് ഒരുവിധം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതാണ് ഇന്ത്യൻ റൂഫ്ഡ് ടേർട്ടിൽ. മലയാളത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പേര് ഇതിനായിട്ടില്ല. ഇതിൻ്റെ ഷെല്ലിൻ്റെ മേളിലായിട്ട് റൂഫ് പോലൊരു ഷേപ്പ് ഉണ്ട്. അത് കാരണമാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. അധികം ഒഴുക്കൊന്നുമില്ലാത്ത ഫ്രഷ് വാട്ടർ എൻവയൺമെൻ്റ് ആണ് ഇവർക്കിഷ്ടം. അങ്ങനെ കസിരംഗയിലെ 5ാമത്തെ സഫാരി ബുറാ പഹാർ റേഞ്ചിൽ നമ്മളിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാണ്. 6ാമത്തെ സഫാരി സെയിം സോണിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. നമ്മുടെ കൂടെ വന്ന ഗൺമാൻ ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞേക്കുന്നത് ഇന്ന് 100% ടൈഗറിനെ കാണിച്ചു തരാം എന്നാണ്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ സോണിൽ തന്നെ തിരിച്ചു കയറുകയാണ്. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പല പല വീഡിയോസ് ഓൾറെഡി ചാനലിലുണ്ട്, ഇനിയും വരുന്നുണ്ട്. നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോയത് ബുറാ പഹാർ റേഞ്ചിനടുത്തുള്ള ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ്. ഇതിവിടുത്തെ ഗവൺമെൻറ് ട്രൈബൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തേക്കുന്ന ഒരു സംരംഭമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസാമിലെ ഓതൻറ്റിക് ആയിട്ടുള്ള ട്രൈബൽ ഡിഷസ് കഴിക്കാനായിട്ട് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഓതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യുക. ആഫ്റ്റർ ഓൾ ഇവിടുത്തെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ട്രൈബൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. ഇവിടെ വെജും നോൺ വെജ് ഡിഷസും അവൈലബിളാണ്. റേറ്റ് തീരെ കുറവാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. സ്റ്റേ ട്യൂൺഡ്. Until then, adios amigos.